ശരീരമാകെ ഒരു വേദന. ഇതേതാ ഈ സ്ഥലം? അല്ല, ആരെ അടിക്കേണ്ടത്? ഇങ്ങോട്ട് നോക്ക്. നമ്മളിവിടെ വന്നിരിക്കുന്നത് സമാധാന ചർച്ചയ്ക്കാ, അല്ലാതെ അടി ഉണ്ടാക്കാനല്ല. കീപ് ക്വയറ്റ്. താനതാ കളിയാക്കുവാണോ? ഞാൻ എൻട്രി ആയ വഴക്കുണ്ടാവും അറിയില്ലേ? എന്നിട്ട് ചുമ്മാ സമാധാന ചർച്ച എന്നൊക്കെ പറഞ്ഞ പെട്ടെന്നൊരു തീരുമാനം പറയടോ. എടാ, അവൻ ഒരുപാട് വെള്ളച്ചിലിറക്കിയാൽ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാം. അതുവരെ അവിടെ ഒന്ന് അടങ്ങിയിരിക്കേ. എന്നാ പിന്നെ ഓക്കെ. എന്താടോ? അല്ല, അത് പിന്നെ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. പറഞ്ഞോ. നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ ഒരു വഴക്ക്? ഒരു സമാധാന ചർച്ച ആയാലോ? സമാധാന ചർച്ചയോ? എടോ, സമാധാന ചർച്ചയ്ക്ക് വരേണ്ടത് വക്കീലല്ലേ? TTR താനെന്തിനാ വന്നേ? എന്താ TTR? എന്നെ എന്താ കളിയാക്കുവാണ്? എടോ, TT വക്കീലേ, ഇവൻ പറ്റിച്ച് മേടിച്ചെടുത്ത സ്ഥലമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറയേ. അനിയ മോനെ, ഇങ്ങോട്ട് നോക്കി. അതായത് ആ മരിച്ചുപോയ പയ്യനില്ലേ, അവന്റെ കുടുംബത്തിന് ഇവരുടെ അച്ഛൻ നഷ്ടപരിഹാരമായി പണം കൊടുക്കാന്ന് പറഞ്ഞു. എന്താ പണോ? സ്റ്റോപ്പ് മ്യൂസിക്. എത്ര രൂപ കൊടുക്കും? 1 ലക്ഷം. 1 ലക്ഷോ? സ്റ്റാർട്ട് മ്യൂസിക്. മഹേന്ദ്ര, ഇങ്ങോട്ട് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷങ്ങളോളം കൃഷിയിടത്ത് ജോലി ചെയ്താലും അവർക്ക് ഇത്രയും പൈസ കണി കാണാൻ പോലും കിട്ടില്ല. അത് മാത്രമല്ല, അവന്റെ ഭാര്യയും കുട്ടികളെയും ജീവിതകാലം മുഴുവൻ നോക്കിക്കൊള്ളാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിനക്ക് 1.5 ലക്ഷം രൂപ തരാം. എനിക്കെന്തിനാ 1.5 ലക്ഷം രൂപ? എന്നിട്ട് തന്റെ ചന്തയിൽ ടാർ ഉരുക്കി ഒഴിക്കട്ടെ. ചന്തയിൽ ടാർ ഉരുക്കി ഒഴിക്കുന്നോ? എന്തൊക്കെയാണോ പേടിക്കുന്നത്? എടോ, തന്റെ ചന്തയിൽ ഇപ്പൊ ടാർ ഉരുക്കി ഒഴിച്ചെന്ന് വെച്ചോ, പിന്നെ കോടതിയിലേക്കും പോകാൻ പറ്റില്ല, പിന്നെ കക്കൂസിലേക്കും പോകാൻ പറ്റില്ല, ഇങ്ങനെ ഡാൻസ് കളിക്കാനും പറ്റില്ല. എടോ വക്കീലെ, തന്റെ ഭാര്യയും മക്കളെയൊക്കെ ജീവിതകാലം മുഴുവൻ എന്താ ഞാൻ നോക്കിക്കോളാടോ. ടാർ എവിടെ ഉരുക്കി ഒഴിക്കാൻ പോണെന്ന് പറഞ്ഞത് കേട്ടോ അവൻ? അതും പറഞ്ഞവൻ കളിയാക്കുവാ. എടാ മഹേന്ദ്ര, ഇനി നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നീ വലിയ ആളാവാൻ നോക്കുവാണോടാ? പേര് കേട്ട വക്കീല അയാള്. അയാളുടെ ചന്തിയിൽ നീ ടാർ ഉരുക്കി ഒഴിക്കോ? പുലിവേഷം കെട്ടിയാ നീ പുലിയാവോ? ഞങ്ങളൊക്കെ പുലിപ്പാലിൽ ചായ ഉണ്ടാക്കി കുടിക്കുന്നവരാടാ. ആ ഞങ്ങളോടാണ് കളി. എടാ, പോയി 2 എണ്ണം കൊടുക്കടാ. ഞാൻ ഓടി രക്ഷപ്പെടൂടോ. ആരാടാ ഇവൻ? ഇവൻ രജിസ്റ്റർ ഓഫീസിൽ ഇവർക്കൊരു പണി കൊടുത്തതാ. ഇനി വടി കൊണ്ട് പണിയെടുക്കാൻ പോവാ. ഇപ്പൊ നീ നോക്കിക്കോ, വടിയൊക്കെ പറന്നു പോകും. എന്താ ചേട്ടാ ഇത്? വടിയൊക്കെ പറക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആളുകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ പറ്റുന്ന അഭ്യാസമൊക്കെ കാണിക്കട്ടെ. അവസാനം എന്റെ വക ഒരു അഭ്യാസം ഉണ്ട്. ചേട്ടാ എടുക്ക്, ചേട്ടാ ചേട്ടാ എടുക്കാൻ, എടുത്തങ്ങ് വീശ് ചേട്ടാ, എടുക്കാൻ. സമാധാനം, സമാധാനം. ഓഹോ, ഇവിടെ ആരും ഒരുത്തം പുലിയുടെ പാലുകൊണ്ട് ചായ ഇട്ട് കുടിച്ച കഥ പറഞ്ഞല്ലോ. അത് പുളിപ്പുള്ള പാലിൽ ചായ ഇട്ട് കുടിച്ചെന്നാ പറഞ്ഞത്. അത് നിങ്ങൾ തെറ്റായി കേട്ടതാ. അങ്ങനെയാണോ? ഇപ്പൊ കറക്റ്റ് ആയിട്ടാണോ കേൾക്കുന്നത്? നോക്കി. ഇങ്ങനെ ഈ മുണ്ടൊന്ന് പിടിച്ച. ഇതെങ്ങോട്ടായി പോകുന്നു? ചേട്ടാ, എന്നെ ഒന്ന് വെറുതെ വിടോ. തൃശ്ശൂരിലേക്ക് അങ്ങോട്ടാണോ പോകേണ്ടത് അതോ ഇങ്ങോട്ടാണോ പോകേണ്ടത്? നീ എങ്ങോട്ട് പോയാലും തൃശ്ശൂർ എത്തില്ല മോനെ. നമ്മൾ വേണം തൃശ്ശൂരിലേക്ക്. അത് ശരി, പോയാലോ? തിരിഞ്ഞു നോക്കിയേ. അവിടെ എന്താ? പോയിക്കോ. എന്റെ അമ്മ പെട്ടെന്ന് എത്തിയല്ലോ.
ഇനി മുതൽ നിന്നെ ഈ ഏരിയയിലെങ്ങാനും കണ്ട ചവിട്ടിപ്പിഴിഞ്ഞ് ചാറെടുക്കും ഞാൻ. എടാ മഹേന്ദ്ര, ഇങ്ങനെ 10 പേരെ അടിച്ചെന്ന് കരുതി നീ ജയിച്ചു എന്നൊന്നും കരുതണ്ട. സാക്ഷി പറയുമെന്ന് പറഞ്ഞവന്മാരോടൊക്കെ മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്ക്. അതല്ലാതെ ആരെങ്കിലും ആ കോടതിയുടെ പരിസരത്ത് കണ്ട ഒറ്റൊരുത്തനും വെച്ചേക്കില്ല ഞങ്ങള്. അങ്ങനെയാണോ? ആദ്യം നിനക്കൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റുമോ നോക്ക്. എടാ മഹേന്ദ്ര, വേണ്ട, ഈ മണിക്കൂറിനെ വിളിച്ചിട്ട് പോ. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. എന്ത് ജോലിയാണെങ്കിലും നീ ഇവിടുന്ന് തന്നെ ചെയ്തോ. പ്രകാശ, നമ്മൾ മനുഷ്യരെ പോലും പേടിക്കാറില്ല, പിന്നെയാണോ ഈ കാളയെ? പോവാൻ നോക്ക്. ദേ നോക്ക് പ്രകാശ, എത്ര നേരം ഒന്നും പറഞ്ഞാ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? കീഴടങ്ങുന്നതാ നല്ലത്. എടാ പിള്ളേരെ, ഞങ്ങളുടെ മണിക്കുട്ടന്റെ മുമ്പിൽ പെട്ടുപോയാ ഇനി ഒന്നിനു പോകാൻ പോലും അവൻ സമ്മതിക്കൂല. പോയിട്ട് ആ മീശ അങ്ങ് വടിച്ചു കള മോനെ.